എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാര് നിത്യവും ജപിക്കേണ്ട മന്ത്രത്തെയും ശ്രുതിയെയും കുറിച്ചാണ്. ഇതാതെ അവർ ഈ പറയുന്ന കാര്യം കൂടി നിത്യവും ചെയ്തു പോന്നാല് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും എന്ന് വേണ്ട എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. ഈ പറയുന്ന നിസ്സാരമായ കാര്യം ചെയ്തു കഴിഞ്ഞാല് നക്ഷത്ര മൃഗമായ നരൻ, നക്ഷത്ര പക്ഷിയായ മയില് ഇവയ്ക്ക് നിത്യവും ജലവും ആഹാരം കൊടുക്കുക. അതുകൂടാതെ നക്ഷത്ര വൃക്ഷമായ വന്നി നട്ടു വളർത്തുക. അതെങ്ങനെയാണോ വളരുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നക്ഷത്ര ദേവതയായ വസ്തുക്കളാണ് ഇവരുടെ മന്ത്രം നിത്യവും 12 തവണ കുറഞ്ഞ് ജപിക്കുക. എത്ര വേണമെങ്കിലും ജപിക്കാം, 12 തവണ കുറഞ്ഞ് ജപിക്കുക. ഓം വസഭ്യോം നമ എന്ന നിസ്സാരമായ ലളിതമായ മന്ത്രമാണ് നിത്യവും 12 തവണ ജപിക്കേണ്ടത്. പിന്നെ നക്ഷത്രാധിപനായ കുജന്റെ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യണം. കുജപ്രീതി കർമ്മമായി ചെയ്യാൻ വേണ്ടി സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം എന്നിവയൊക്കെ അത്യുത്യമാണ്. ഈ പറയുന്ന ഭദ്രകാളി സ്തുതി നിത്യവും കുറഞ്ഞത് 7 തവണയെങ്കിലും ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന ഈ സ്തുതി, ഏറ്റവും ലളിതമായ ഈ സ്തുതി നിത്യവും ജപിക്കുക. പക്ഷെ ഇതിന്റെ ലളിത സ്തുതിക്ക് ശക്തി വളരെയധികം കൂടുതലാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിഷ്ഠാപൂർവ്വം എല്ലാ ദിവസവും ചെയ്തു പോകുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പൂർണ്ണമായ വിശ്വാസത്തോടെ ഇത് ചെയ്യുക. ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. നിങ്ങളും നിഷ്ഠാപൂർവ്വം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവും.